ഈ വീഡിയോയിൽ കാണിക്കുന്ന ആചാരങ്ങൾ പരമ്പരാഗത മതപരമായ ചടങ്ങുകളാണ്. ഇത് പരിശീലനം നേടിയ വ്യക്തികളുടെ മേൽനോട്ടത്തിൽ മാത്രം നടത്തപ്പെടുന്നതാണ്. ദയവായി ആരും ഇതിനെ അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇത് അപകടകരമായിരിക്കാം, ഗുരുതരമായ പരിക്കുകൾക്ക് കാരണമായേക്കാം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ മധുരയിലെ ഒരു ക്ഷേത്രോത്സവത്തിലാണ്. ഭക്തിയും ആചാരവും നിറഞ്ഞ ഈ ഉത്സവത്തിൽ കണ്ട കാഴ്ചകൾ ശരിക്കും അതിശയകരമായിരുന്നു. നൂറുകണക്കിന് ഭക്തർ വിശ്വാസത്തോടെ പങ്കെടുക്കുന്ന ഈ ചടങ്ങുകൾ തലമുറകളായി തുടരുന്നവയാണ്. ഇവിടെ ഓരോരുത്തരും തങ്ങളുടെ നേർച്ചയും പ്രാർത്ഥനയും നിറവേറ്റാനാണ് എത്തിയിരിക്കുന്നത്. മേളം, നാദസ്വരം, ഭക്തിഗാനങ്ങൾ ഇവയൊക്കെ ചേർന്ന് ഉത്സവത്തിന് വ്യത്യസ്തമായ ആത്മീയ അന്തരീക്ഷം നൽകുന്നു. അതിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആചാരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ക്ഷേത്രോത്സവത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് തീയിൽ നടക്കുന്ന നേർച്ച. മരക്കട്ടകൾ കത്തിച്ച് ചുവന്ന കനൽപാത ഒരുക്കുന്നു. പൂജകൾക്ക് ശേഷം ഭക്തർ വിശ്വാസത്തോടെ ആ കനലിലൂടെ നടക്കുന്നു. പലരും നേർച്ച നിറവേറ്റാനും പ്രാർത്ഥനകൾക്കുമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. വിശ്വാസവും ധൈര്യവും ചേർന്ന ഒരു അതുല്യമായ കാഴ്ചയാണിത്. തീയിൽ നടക്കുന്ന ആചാരം തുടരുന്നതിനിടയിൽ തന്നെ മറ്റൊരു ഭാഗത്ത് വ്യത്യസ്തമായൊരു കാഴ്ച കാണാൻ സാധിച്ചു. ഏകദേശം 2 മീറ്ററോളം നീളമുള്ള ശൂലം വായിലൂടെ കയറ്റിയ ഭക്തർ റോഡിന്റെ ഇരുവശങ്ങളിലും നിശബ്ദമായി നിൽക്കുന്നു. വിശ്വാസത്തിന്റെയും വ്രതത്തിന്റെയും ഭാഗമായി നടത്തുന്ന ഈ ചടങ്ങ് ഉത്സവത്തിന്റെ ശ്രദ്ധേയമായ ഒരു നിമിഷമായും എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു ഇത്. മധുരയിലെ ഈ ക്ഷേത്രോത്സവത്തിൽ ഞാൻ കണ്ട കാഴ്ചകൾ വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ശക്തി വ്യക്തമാക്കുന്നതായിരുന്നു. തീയിൽ നടക്കുന്ന നേർച്ചയും ശൂലം കയറ്റുന്ന ആചാരങ്ങളും ഇവയൊക്കെ ഈ ഉത്സവത്തെ വ്യത്യസ്തമാക്കുന്ന നിമിഷങ്ങളായി തോന്നി. ഇത്തരത്തിലുള്ള കൂടുതൽ അനുഭവങ്ങൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കൂ. നന്ദി.